ഓക്കെ ഈ ബട്ടക്സിന്റെ കാര്യത്തിൽ ഓക്കെ, ബ്രസ്റ്റിന്റെ കാര്യത്തിൽ ഇത് എത്രത്തോളം ബ്രസ്റ്റ് വലുതാക്കാം അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഇപ്പം നമ്മൾ പഴയ ആശാമാരെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവർ പറയും നമുക്ക് പിടിച്ച് ശരിയാക്കാം എന്നൊക്കെ പറയുന്ന ഇടപാടുകളുണ്ട്. ട്രെയിനേഴ്സ് ഈവൻ ഈ ഇത് മീൻസ് പിടിച്ചാൽ വലുതാകും എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ട്. ഇത് എത്രത്തോളം അനുഭവം ഉണ്ടോ? ഇല്ല, എനിക്കില്ല, പക്ഷെ അനുഭവമുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അപ്പൊ ഇത് എത്രത്തോളം ഇത് നമുക്ക് ഇത് ശരിക്കും ആളുകൾ ഏറ്റവും അവെയർ ആവേണ്ടതും അത് നമുക്ക് നേരെ നടക്കുന്ന ഒരു നമ്മുടെ എന്താ പറയുക, നമ്മളൊരു സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഒരു ആക്രമണം പോലത്തെ ഒരു ഏരിയയാണ് അത്. പക്ഷെ ആളുകൾ അതിനെക്കുറിച്ച് അവെയർ ആവുന്നില്ല. ഇത് നമുക്ക് ശരിക്കും അത് അറിവുണ്ടാവുകയാണെങ്കിൽ ആളുകൾ ഇതുപോലുള്ള ഫിറ്റ്നസ് ഫീൽഡിൽ മാത്രമാണോ? ഇല്ല, എല്ലായിടത്തും ഉണ്ട്. മെയിൻലി ഇപ്പൊ ഈ ഫീൽഡിൽ വരുമ്പോൾ നമുക്ക് ഇപ്പൊ ബ്രസ്റ്റ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഇതിലേക്ക് വരുന്ന ആളുകളുണ്ട്. സൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈസ് വലുതാവും ഇല്ല കുറയും, ഇതൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യിക്കുക. ആക്ച്വലി ഇതൊക്കെ ബട്ടക്സിന്റെ കാര്യത്തിൽ ഓക്കെ, ബ്രസ്റ്റിന്റെ കാര്യത്തിൽ ഇത് പോസിബിൾ ആണോ? ബട്ടക്സിന്റെ കാര്യത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് അവിടെ മസിൽസ് ഉണ്ട്, ധാരാളം ഫാറ്റ് ഉണ്ട്, നിങ്ങൾക്ക് മസിൽസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. പക്ഷെ ബ്രസ്റ്റിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാട്ടോ. കാരണം വെച്ചാൽ ബ്രസ്റ്റ് ടിഷ്യൂ ഫീമെയിൽസിൽ നമ്മൾ പറയുമ്പോൾ ബ്രസ്റ്റ് ടിഷ്യൂ ഡെവലപ്പ് ചെയ്യുന്നത് കുറച്ച് എൻഡോക്രൈൻ ഗ്ലാൻസുകളുണ്ട്. അവിടെ നമ്മളുടെ ലാക്ടേഷൻസിന് സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടീവ് ഗ്ലാൻസുകളുണ്ട്, സ്കിന്നുണ്ട്. ഇത് നമ്മുടെ പെക്ട്രാലിസ് മേജർ എന്ന് പറയുന്നത് സാധാരണ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ആ മസിൽസിൻ്റെ മേലേക്കുന്ന സൂപ്പർഫിഷ്യലായിട്ട് നിൽക്കുന്ന ടിഷ്യൂസാണ്. അപ്പോൾ ഈ ഗ്ലാൻഡുലർ ടിഷ്യൂ ആയിക്കോട്ടെ, ഈ പറയുന്ന മാമറി ഗ്ലാൻസിൻ്റെ ടിഷ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്കിൻ ആയിക്കോട്ടെ, ഇതൊന്നും തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഹാൻഡിൻ്റെ ഒരു മാനിപ്പുലേഷൻസിൽ നിങ്ങൾക്ക് അവരെ ഷേപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതൊരു മിസ്ലീഡിങ് കോൺസെപ്റ്റാണ്. അതിപ്പോൾ നമ്മൾ മാത്രമല്ല, സാധാരണഗതിയിൽ ഇപ്പോൾ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ പോലും അത് സാധാരണ എല്ലാ ഫാമിലിയിലും വിചാരിക്കുന്നത് പോലും അങ്ങനെ തന്നെയാണ്. ഇത് ഹാൻഡ് മാനിപ്പുലേഷൻസിൽ നിങ്ങളുടെ ബ്രസ്റ്റിൻ്റെ സൈസ് വലുതാവുമെന്ന് ഒരിക്കലും നിങ്ങൾക്ക് ആരോടും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് ജനറ്റിക് ഫാക്ടറാണ്. സാഗിങ് ഒഴിവാക്കാൻ ഒരു പരിധി വരെ സാധിക്കും. അതായത് പെക്ട്രാലിസ് മേജറിനെ നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് പെക്ട്രാലിസിൻ്റെ നമ്മുടെ പെക്ടറൽ മസിൽസ്, ചെസ്റ്റ് റീജിയനിലെ മസിൽസിനെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനുള്ളിലുള്ള സ്കിന്ന് കുറച്ചും കൂടെ മേലേക്ക് പോകും. എന്നാലും ഫുള്ളി ഇപ്പോൾ ഒരു 30 yearsനോ അല്ല 40 yearsനോ താഴെ ഒരു തരത്തിലെ എക്സസൈസ് ഹിസ്റ്ററി ഇല്ലാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് സാഗ് ചെയ്തിരിക്കുന്ന ബ്രസ്റ്റിനെ മൊത്തം നിങ്ങൾ ഒരു 2 മാസം കൊണ്ട് ഞാൻ ഇതൊക്കെ ശരിയാക്കി തരാമെന്ന് പറയുന്ന തെറ്റായ ട്രെയിനിങ്ങിൻ്റെ മെത്തേഡ്സ്, അത് മിസ്ലീഡിങ് കോൺസെപ്റ്റാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആരെങ്കിലും ഞാൻ എൻ്റെ കൈകൾ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ആക്കി തരും എന്ന് പറഞ്ഞാൽ നേരത്തെ കോൺസെപ്റ്റ്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റാണ്.